കോഴിക്കോട് നഗരത്തിലെ പുതിയ പാളയം മാർക്കറ്റിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി നിർവഹിക്കും. വ്യാപാരികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാതെയാണ് മാർക്കറ്റ് നിർമ്മാണമെന്ന് ആരോപിച്ച ഒരു വിഭാഗം വ്യാപാരികൾ പഴയ മാർക്കറ്റിന് മുന്നിൽ പ്രതിഷേധമിരുന്നിരുന്നു. പാളയത്ത് തന്നെ മാർക്കറ്റ് നിലനിർത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. എം.എസ്. അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, പുതിയ മാർക്കറ്റ് എന്തായാലും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അല്പസമയത്തിനകം ഉദ്ഘാടനം ഉണ്ടാകും. പക്ഷേ അതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് വലിയ പ്രതിഷേധവുമുണ്ട്. വിവരങ്ങൾ ഷീജ, പഴയ പാളയം മാർക്കറ്റിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. രാവിലെ മനുഷ്യച്ചങ്ങല തീർത്തിരുന്നു പാളയം മാർക്കറ്റിലെ പഴയ കച്ചവടക്കാർ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഒരു കാരണവശാലും ഇവിടുന്ന് മാർക്കറ്റ് മാറ്റാൻ സംഭവിക്കില്ല. കാരണം അത്രയ്ക്കും ആളുകൾ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഉപജീവന മാർഗത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഈ മേഖലയിൽ നിന്നും ഒരു കാരണവശാലും നമുക്കിത് മാറ്റി നിർത്താൻ സാധിക്കില്ല. കാരണം കുത്തകൾക്ക് തീരെ എഴുതി കൊടുക്കുന്ന സംഭവം കോർപ്പറേഷൻ നേരിട്ട് മാറ്റുന്ന ഒരു സംഭവമല്ല. കോർപ്പറേഷൻ ഒരു വാടക പോലും കിട്ടുന്നില്ല. 35 കൊല്ലത്തേക്ക് കുത്തകൾക്ക് തീരെ എഴുതി കൊടുത്തൊരു സംഭവമാണ്. ആ സാധനത്തേക്ക് ഇവിടുത്തെ സാധാരണക്കാരന് വലിയ വാടകയും വലിയ ഇതും കൊടുത്തിട്ട് അവിടെ പോയി കച്ചവടം ചെയ്ത് ഒരു കാരണവശാലും വിജയിക്കാൻ കഴിയില്ല. അത് അത്രയ്ക്ക് മോശപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. പുഴവക്കത്താണ്. എങ്ങനെയാണ് അതിന് ഇത് പെർമിഷൻ തന്നെ കിട്ടിയതിനെ കുറിച്ച് ശരിക്കും ആലോചിക്കേണ്ടതുണ്ട്. കാരണം സാധാരണക്കാരനായ ഒരാൾക്ക് പുഴവക്കത്ത് വീട് വെക്കാൻ പോലും കിട്ടാത്ത സാഹചര്യത്തിൽ അത്രയും വലിയൊരു സമുച്ചയം അവിടെ പണിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു നിയമം പാസ്സാക്കി കൊടുത്തതെന്ന് വരെ ഞങ്ങൾക്ക് വിവരാസത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ശക്തമായ ഇത് നമുക്ക് കിട്ടണം. ശക്തമായ മരണം വരെ ഞങ്ങൾ ഈ മകളെ മാർക്കറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് പിന്തുണരും. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ പുതിയ മാർക്കറ്റ്, ഈ നഗരം മാറുന്നു, വലുതാകുന്നു, അതിനനുസരിച്ച് സൗകര്യങ്ങൾ മാറുന്നു, എന്താണ് നിങ്ങളുടെ? യാതൊരു വ്യവസ്ഥയുമില്ലാതെ കോർപ്പറേഷന്റെ സ്ഥലത്ത് സ്വകാര്യ വ്യക്തികളെ കൊണ്ട് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കി BOT അടിസ്ഥാനത്തിലാണ് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അവിടെ ലക്ഷക്കണക്കിന് രൂപ 20 ലക്ഷവും 30 ലക്ഷവും ചെറിയ റൂമിന് അഡ്വാൻസ് വാങ്ങിക്കൊണ്ട് സ്ക്വയർ ഫീറ്റിന് 100 രൂപ ഇനത്തിൽ വാടക വാങ്ങിക്കൊണ്ട് നമ്മുടെ പാളയത്തെ ഫ്രൂട്ട്സ് പച്ചക്കറി മാർക്കറ്റ് തകർക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. നമുക്കറിയാം, ഇവിടെ നെസ്റ്റ് പോലെയുള്ള റിലയൻസ് പോലെയുള്ള വമ്പൻ കുത്തക മുതലാളിമാർക്ക് കോഴിക്കോട്ടെ പാളയത്തെ മാർക്കറ്റ് പച്ചക്കറി ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി നോക്കി, അവിടെ പച്ചക്കറിയും ഫ്രൂട്ട്സും വിൽപ്പന നടക്കുന്നില്ല, ചീഞ്ഞു പോകുകയാണ്. വലിയ വിലക്ക് വിൽപ്പന നടത്താൻ സാധിക്കുന്നില്ല. കാരണം എന്താ? ചെറിയ ലാഭം എടുത്തുകൊണ്ട് ഇവിടെ പച്ചക്കറിയും ഫ്രൂട്ട്സും വിൽപ്പന നടത്തുന്ന, പതിറ്റാണ്ടുകളായി വിൽപ്പന നടത്തുന്ന ഒരു പ്രദേശമാണ് പാളയം മാർക്കറ്റ്. ഇത് തകർത്തെങ്കിൽ മാത്രമേ അവിടെയുള്ള കുത്തക മുതലാളിമാർക്ക് ഇത്തരത്തിലുള്ള വ്യാപാരം പച്ചപിടിക്കുകയുള്ളൂ. അതിന്റെ ഭാഗമായി ആയിരക്കണക്കിന് തൊഴിലാളികളെ പറിച്ചു നടുകയാണ്. ഇവിടെ നമ്മൾ MDMA വിൽപ്പനക്കാരല്ല, നമ്മൾ വേറെ എന്തെങ്കിലും വ്യാജവാറ്റ് നടത്തുന്നവരല്ല. പുലർച്ചെ 3 മണിക്ക് പാളയത്തെ പച്ചക്കറി മാർക്കറ്റ് ഉണരും. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പുലർച്ചെ വന്നുകൊണ്ട് കച്ചവടം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പണമാണ് നമ്മുടെ കുടുംബത്തിനെ പോറ്റുന്നത്. ആ കുടുംബത്തിനെ പോറ്റുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന ഈ പാളയത്തെ തൊഴിലാളികളെയും ഇവിടുത്തെ കച്ചവടക്കാരെ തകർക്കുക എന്നുള്ളത് കുത്തക ഭീമന്മാരുടെ ലക്ഷ്യമാണ്. അതിനുവേണ്ടി കോർപ്പറേഷന്റെ അധികാരികൾ യാതൊരുവിധ വ്യവസ്ഥയുമില്ലാതെ, യാതൊരുവിധ ചർച്ചയുമില്ലാതെ അവര് ധിക്കാരപരമായ സമീപനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ അവസാനത്തെ ആളുടെ ജീവൻ നഷ്ടപ്പെടുന്നതുവരെ ഈ സമര പോരാട്ടവുമായി ഞങ്ങൾ വ്യാപാരികളും നമ്മുടെ തൊഴിലാളികളും ഒറ്റക്കെട്ടായി ഇവരുണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ കുറച്ച് ആളുകളെ, കരിങ്കാലികളെ ഇവിടെ നിന്ന് പറിച്ച് അവിടെ കൊണ്ടുപോയി ഒരു നാടകം പോലെ അവിടെ കുറച്ച് ആളുകളെ അവിടെ കച്ചവടത്തിന് വേണ്ടി ഏൽപ്പിച്ച് അവിടെ മുഖ്യമന്ത്രി ഒന്ന് ഉദ്ഘാടനം ചെയ്താൽ ഞങ്ങൾ പിറകോട്ട് പോകുമെന്നാണ് അവർ കരുതിയിട്ടുള്ളത്. ഞങ്ങൾ പിറകോട്ടില്ല. ഞങ്ങൾ സത്യസന്ധമായി കച്ചവടം നടത്തുന്നവരാ. ഞങ്ങൾ യാതൊരുവിധ താല്പര്യത്തിന്റെയും ഭാഗമായിട്ടല്ല. അവർക്ക് പണം വേണമെങ്കിൽ മുതലാളിമാർ കൊടുക്കുന്നത് പോലെ പണം കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല. പക്ഷെ ഞങ്ങൾ ബക്കറ്റ് പിരിവെടുത്തിട്ടോ പാട്ട പിരിവെടുത്തിട്ടോ ഈ കോർപ്പറേഷന്റെ അധികാരികൾക്ക് പണം വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭിക്ഷയെടുത്ത് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങളുടെ ജീവിതമാർഗം അത് തകർത്തുകൊണ്ട് ഒരടി മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഇത് ഞങ്ങളുടെ ഒരു വ്യക്തിയുടെ സംസാരമോ അഭിപ്രായമല്ല. ഇവിടുത്തെ വ്യാപാരികളുടെയും ഇവിടുത്തെ തൊഴിലാളികളുടെയും ഇവിടുത്തെ ചുമട്ടു തൊഴിലാളികളും അടങ്ങുന്ന ഞങ്ങളുടെ കോർഡിനേഷന്റെ ഒറ്റക്കെട്ടായ തീരുമാനമാണ്. മരണം വരെയും ഈ സമര പോരാട്ടവുമായി പാളയത്തെ, ഈ പാളയം മാർക്കറ്റിൽ നിന്ന് 1 ഇഞ്ച് മാറ്റാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഇവിടെ പാളയത്തിന്റെ ഹൃദയം കീറിമുറിച്ചുകൊണ്ട് കുത്തക മുതലാളിമാരോട് പണം വാങ്ങിക്കൊണ്ട് ഇവിടുന്ന് മാറ്റിത്തരാമെന്ന് കോർപ്പറേഷൻ അധികാരികൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വാങ്ങിവെച്ച പണം തിരിച്ചു കൊടുത്തേക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഒരുക്കമല്ല, ഞങ്ങൾ ഒരു വെടി പിറകോട്ടില്ല. ഞങ്ങളിൽപ്പെട്ട അവസാനത്തെ കച്ചവടക്കാരന്റെയും
ഞങ്ങളിൽപ്പെട്ട അവസ്ഥ ഈ ആനന്ദ തൊഴിലാളിയുടെയും കോർപ്പറേഷൻ അധികൃതർ പറയുന്നത് ഇവിടെ സ്ഥലപരിമിതമുണ്ട്, റോഡാണ്, എപ്പോഴും ട്രാഫിക് ബ്ലോക്ക് ഉള്ള സ്ഥലമാണ്. ഇതിനൊക്കെ പറ്റിയ ഒരു സ്ഥലമല്ലേ പുതിയ സ്ഥലം. ഒപ്പം ആധുനിക നഗരങ്ങളിലെല്ലാം ആധുനിക തരത്തിലുള്ള മാർക്കറ്റുകളുണ്ട്, പഴയ രീതിയിലുള്ള മാർക്കറ്റുകളല്ല ഉള്ളത്. സ്വകാര്യവും പൊതു ഇതൊക്കെ ഇപ്പൊ നെടുമ്പാശ്ശേരി വിമാനത്താവളം പോലും സർക്കാരിന്റെ മാത്രമല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞങ്ങൾ ഇവിടെ പുലർച്ചെ 3 മണിക്ക് ആരംഭിക്കുന്നതാ. മാക്സിമം ബ്ലോക്ക് വരെ എത്ര മണി വരാ? ഒരു 8 മണി 9 മണി വരെ. നിങ്ങൾ തൊണ്ടയാടേക്ക് പോകണം, നിക്ഷാൻ, അതുപോലെ തന്നെയുള്ള അവിടെ വരുന്ന മൈജിയുടെ സ്ഥാപനം, അവിടെയുള്ള നിങ്ങൾ കാറുമായിട്ട് വൈകുന്നേരം ഒരു 1.5 മണിക്കൂർ നിങ്ങൾ തൊണ്ടയാട് ബ്ലോക്ക് ആവാതെ നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. അവരെയൊന്നും മാറ്റി വെച്ചുകൊണ്ട് ഒരു വികസന പ്രവർത്തനമായി ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇവിടെ പാളയം ഒരുപാട് സ്ഥലമുള്ള ഭൂമികയാണ്. ഇവിടെ നവീകരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് എന്തുകൊണ്ട് ഇവിടെ വികസനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല? ഈ പാളയം പതിറ്റാണ്ടുകളുടെ പൈതൃകമുള്ള ഈ പാളയത്തെ ഭൂമികയിൽ ഇവിടെ ഒരു വികസനം കൊണ്ടുവരാൻ അവരൊരുക്കമല്ല. കാരണം എന്താ? ഇതാണ് ശ്രീജ, ഈ പഴയ വ്യവസായികളുടെ ഒരു വികാരം തരത്തിലും പുതിയ സാഹചര്യത്തിലേക്ക് മാറാൻ തയ്യാറാവുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും കരിദിനമായി ആചരിച്ച് ഈ പാളയം മാർക്കറ്റ് മുതൽ മുന്നേക്ക് മനുഷ്യച്ചങ്ങല പിടിച്ചാണ് ഈ വ്യാപാരികൾ അവരുടെ പ്രതിഷേധം അറിയിച്ചത്. എന്തായാലും അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുകയാണ്. പക്ഷേ എന്ത് വില കൊടുത്തും ഈ മാർക്കറ്റ് ഇവിടുന്ന് മാറ്റാനുള്ള തീരുമാനത്തെ ചെറുക്കും പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഈ വ്യാപാരികൾ പറയുന്നത്. കുറച്ച് നാളുകളായി തന്നെ ഈ മാർക്കറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടങ്ങിയ സമയം മുതൽ തന്നെ ഒരു വിഭാഗം വ്യാപാരികൾ ഇതിനെ എതിർത്ത് തന്നെ നിൽക്കുകയാണ്. പക്ഷേ കോർപ്പറേഷൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും മാർക്കറ്റ് അല്പ നാളുകൾക്കുള്ളിൽ അവിടേക്ക് മാറ്റും. കാരണം നഗരവികസനത്തിന് ഒരുപാട് സ്ഥലം ആവശ്യമാണ്. ഇത്തരത്തിൽ നഗരഹൃദയത്തിൽ ഈ മാർക്കറ്റ് നിന്നാൽ അത് കൂടുതൽ അസൗകര്യങ്ങളിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് പഴയ കെട്ടിടങ്ങൾ അടക്കമുള്ളവ മാറ്റി ആധുനിക സജ്ജീകരണങ്ങളിലേക്ക് ഇത് എത്തിക്കണം എന്ന ഒരു വാദമാണ് കോർപ്പറേഷൻ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ പാളയം മാർക്കറ്റ് ഭാഗത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത്.